ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മളെല്ലാവരും മൊബൈലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? ഡെയിലി ഗൂഗിളിൽ പലതും സെർച്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആവശ്യം നമുക്ക് വേണ്ട വെബ്സൈറ്റുകളിലേക്ക് കയറുക, പല കാര്യങ്ങളും സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ പല ഡാറ്റകളും മറ്റുള്ളവർക്ക് അറിയാതെ ചോർന്നു പോകുന്നുണ്ട്. അതിനുള്ള പ്രധാന കാരണം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. നമുക്ക് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. അനാവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകൾ നമ്മൾ അറിയാതെ കയറി പോകുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് വളരെ സേഫ് ആയിട്ട് എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എന്നുള്ളതും അതിന് ഏതെല്ലാം സെറ്റിംഗ്സ് ആണ് ചെയ്യേണ്ടതെന്നുള്ളതും, സെറ്റിംഗ്സ് ഒന്നല്ല 4 സെറ്റിംഗ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഈ 4 സെറ്റിംഗ്സ് നിങ്ങളൊന്ന് നോക്കി ചെയ്തു വെക്കുക. പിന്നെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ ബ്രൗസ് ചെയ്യാൻ പറ്റും. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഹോം പേജ് ഓപ്പൺ ചെയ്തു. നമുക്ക് വളരെ സേഫ് ആയിട്ട് ഗൂഗിൾ ക്രോമിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞ ബ്രൗസറാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ന്യൂ ടാബ് വേണമെങ്കിൽ കൊടുക്കാം. ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് കാണാം ഗൂഗിൾ ക്രോം ബ്രൗസറിന്റെ ഹോം പേജ് വന്നിട്ടുണ്ട്. ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് കാണാം. ചില ഫോണിൽ 3 ലൈൻസ് ആണ് കാണിക്കുന്നത്, പക്ഷെ 3 ഡോട്ട്സ് തന്നെയാണ് അധികം ഫോണിലും. ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിച്ച് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർഫേസിലേക്ക് മാറി വരും. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി കൃത്യമായി മനസ്സിലാക്കുക. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് പറയുന്നത്. ആ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിൽ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ലെങ്ത് തന്നെ വീഡിയോ കാണാം. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് യൂസ് സെക്യൂർ കണക്ഷൻസ് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ HTTPS ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അതിവിടെ സെക്യൂർ ആണ്. അത് ഈ എസ് അത് എല്ലാ വെബ്സൈറ്റുകളിലും ഈ എസ് കാണില്ല. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ എസ് സെക്യൂർ വേണം. നമ്മൾ ഏത് സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് സെക്യൂർ ആയിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഓൾവേസ് ഓൺ ആക്കി വെക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് ഓൺ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഫോണിലൊന്ന് നോക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഫോൺ സെക്യൂർ ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അത് അനാവശ്യമായിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തീരെ സെക്യൂർ അല്ലാത്ത വെബ്സൈറ്റുകളിലേക്കൊന്നും ഇത് നമ്മുടെ ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തിക്കില്ല. അതിനാണ് ആ സെക്യൂർ എന്ന് പറഞ്ഞിരിക്കുന്ന എസ് വരുന്നത്. HTTP എല്ലാ വെബ്സൈറ്റുകളിലും ആ എസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓരോരോ വെബ്സൈറ്റ് അടിച്ചു നോക്കുന്ന സമയത്ത് കാണാം HTTPS ഉണ്ടാവുന്നതാണ് വളരെ സെക്യൂർ ആയിട്ടുള്ളത്. അത് ഒന്നാമത്തെ ഓപ്ഷൻ. അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തത് ഇത് സെറ്റിംഗ്സിൽ സെക്യൂരിറ്റിയിലാണ് വരുന്നത് കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത് സേഫ് ബ്രൗസിംഗ് ആണ്. വളരെ മനസ്സിലാക്കി വെക്കുക. സേഫ് ബ്രൗസിംഗ്. ഈ സേഫ് ബ്രൗസിംഗിൽ 3 ഓപ്ഷൻസ് ആണ് കാണിക്കുന്നത്. സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്, നോ പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത് നോട്ട് റെക്കമെൻഡഡ് തന്നെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഏതാണ് കണ്ടില്ലേ? ടേൺ ഓഫ് സേഫ് ബ്രൗസിംഗ് എന്നുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. സേഫ് ബ്രൗസിംഗ് നമുക്ക് ഓഫാക്കി വെക്കണോ വേണ്ടോ എന്നുള്ളത്. സേഫ് ബ്രൗസിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ കിടക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെ നോ പ്രൊട്ടക്ഷൻ കിടക്കുന്നുണ്ട്. അതിന്റെ മുകളിലാണ് ഏറ്റവും മുകളിൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഇവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിൽ ആണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഫോണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇവിടെ നോ പ്രൊട്ടക്ഷനിൽ കാണുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൊട്ടക്ഷനും കിട്ടില്ല. നമുക്ക് പല വെബ്സൈറ്റുകളിലേക്കും കയറുന്ന സമയത്ത് നമുക്ക് ഒരു പ്രൊട്ടക്ഷനും അതുവഴി ലഭിക്കില്ല. സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നതാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ ടോപ്പിൽ കാണുന്ന ഈ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ, അതായത് ഫാസ്റ്റർ പ്രൊആക്റ്റീവ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറസ് വെബ്സൈറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഇവിടെ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലേക്ക് നമ്മൾ ഓപ്ഷൻ മാറ്റി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും സേഫ് ആയിട്ട് ബ്രൗസ് ചെയ്യാൻ നല്ലത് എൻഹാൻസ്ഡ് ആണ്. അപ്പൊ 2 ഓപ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. തേർഡ് പാർട്ടി കുക്കീസ്, അതായത് മറ്റുള്ള സൈറ്റുകളിൽ നിന്നുള്ള കുക്കീസുകളെല്ലാം വന്ന് ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നുണ്ട്. അതുവഴി നമുക്ക് അഡ്വർടൈസ്മെന്റ്, അനാവശ്യമായുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സൈറ്റിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് 3 ഓപ്ഷൻസ് അലൗ തേർഡ് പാർട്ടി കുക്കീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോണിൽ ഏതാണെന്നുള്ളത് നോക്കുക. ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻകോഗ്നിറ്റോ മോഡിലേക്ക് മാത്രം, അതായത്
ആ ഒരു മോഡിലേക്ക് മാത്രമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്നുണ്ട്. ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ചെയ്യുന്നതാണ് നല്ലത്. അതാവുന്ന സമയത്ത് നമുക്ക് വളരെ സേഫ് ആയിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില സമയങ്ങളിൽ ഇവർ തന്നെ പറയുന്നുണ്ട്, ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, അത് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചില കുക്കീസിന്റെ ആവശ്യമുണ്ട് ഇവർക്ക് വെബ്സൈറ്റിന്, അത് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. ഈ 3 ഓപ്ഷൻസിൽ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഓഫ് ചെയ്യുന്നതാണ് ഏറ്റവും നന്നാവുക. പക്ഷെ ഇത് ചില സന്ദർഭങ്ങളിൽ ചില വെബ്സൈറ്റുകളിൽ നിന്ന് ചില കാര്യങ്ങൾ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുക്കീസിന്റെ ആവശ്യം ഇവർക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ 3 ഓപ്ഷൻസ്, ഇതില് 3 ഓപ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് പാർട്ടി കുക്കീസിൽ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നന്നാവുക. ഇനി അഥവാ എന്തെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് ആണെങ്കിൽ അതിന്റെ തൊട്ട മുകളിലുള്ള ഓപ്ഷൻസിലേക്ക് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്ഷൻസ് ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഓപ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് വീഡിയോ ഫുൾ ലെങ്ത് തന്നെ കാണാം. ഇവിടെ അലൗ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതുവഴി നമുക്ക് ആഡുകൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത്, സ്ക്രോൾ ഡൗൺ ചെയ്യാണ് ഞാൻ താഴേക്ക്, ഇവിടെ സെൻഡ് എ ഡു നോട്ട് ട്രാക്ക്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമ്മുടെ മൂവ്മെന്റ്സ് ഒന്നും ട്രാക്ക് ചെയ്യരുത് എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇവിടുന്ന് കൊടുക്കുകയാണ്. അത് നമ്മൾ എപ്പോഴും ഓൺ ആക്കി വെക്കണം. ഇവിടെ ഓഫിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കുക, അതൊന്ന് ഓൺ ആക്കി വെക്കുക. ഇതുവഴി നമ്മൾ ഓരോരോ വെബ്സൈറ്റുകളിലും നമ്മൾ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ട്. അത് ഇതിന്റെ പല വെബ് സൈറ്റുകളിലേക്കും ഗൂഗിൾ വഴി തന്നെ ഷെയർ ആയി പോകുന്നുണ്ട്. അപ്പം അത് ഒരിക്കലും ട്രാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഡു നോട്ട് ട്രാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഓൺ ആക്കി വെക്കാൻ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ലേ? അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് നമ്മൾ ഗൂഗിൾ യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ നമ്മുടെ ബ്രൗസിംഗ് വളരെ സേഫ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് എനേബിൾ ആണോ ഞാൻ പറഞ്ഞത്, അല്ലെ ഡിസേബിൾ ആണോ, അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അല്ലേ? അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവരെ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.